ഇതുപോലത്തെ നനഞ്ഞ കരിയില കിട്ടാന് വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ ഇപ്പൊ. എന്നാൽ കുറച്ചെടുത്തോ കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അലോവേര ചെടീന്റെ ചോട്ടിന്ന് തൈകൾ അങ്ങ് പറിച്ചെടുത്താലോ. അപ്പൊ പെട്ടെന്ന് വളർത്തിയെടുക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും ഇലകൾക്ക് വണ്ണം വെക്കാനൊക്കെ ചെറിയൊരു സൂത്രപ്പണി മാത്രം നമ്മൾ നടുന്ന സമയത്ത് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി അലോവേര പിടിക്കുന്നില്ല, തൈ ഉണ്ടാവുന്നില്ല, ഇലയ്ക്ക് വണ്ണമില്ല, വേര് ചീഞ്ഞു പോവുകയാണ്, ഒരു മഞ്ഞളിപ്പാണ് എന്ന്. അതുപോലെ ഒരുപാട് പരാതിയാണ് അല്ലെ. എന്നാൽ പരാതിയൊക്കെ അങ്ങ് വിട്ടിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നനഞ്ഞു നിൽക്കുന്ന കുറച്ച് ഇല എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പൊ ഞാൻ ഇതുപോലത്തെ 10 ഇഞ്ചിന്റെ ഒരു ചട്ടി എടുത്തു. അതിലേക്ക് ഇതുപോലെ നനഞ്ഞ ഇലകൾ ഇങ്ങനെ അടിവശത്തേക്ക് ഇട്ടു കൊടുക്കാട്ടോ. അപ്പൊ ഇല ഇട്ടു കൊടുക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും, അതുപോലെ തന്നെ മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു കരിയില കമ്പോസ്റ്റായി മാറാനും, അതുപോലെ നമ്മുടെ ഈ ഒരു വേരോട്ടം ചെടി, ഏത് ചെടി നടുന്ന സമയത്തും ഇതുപോലെ കുറച്ച് ഇലകൾ അടിവശത്തിട്ട് നടുകയാണെങ്കിൽ വേരോട്ടം നല്ലതുപോലെ നടക്കാനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ചട്ടി നിറയെ നമ്മുടെ ഇല ഇട്ട് കൊടുത്ത് അതിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ പുളിച്ച ചാണകവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റിൽ വളമാകാൻ ഹെൽപ്പ് ചെയ്യേ. ഇനി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ നമ്മുടെ ഉള്ളീന്റെ തൊലി, അതേപോലെ കുറേ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അതുള്ളതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ വീട്ടിലിപ്പോൾ സാധാ മണ്ണൊക്കെയാണ്, മണ്ണ് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പൊ അങ്ങനെ മണ്ണ് മാത്രം എടുത്തിട്ട് ചെയ്യേണ്ടതും ഇതിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കാം, എങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിതാ ആ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ മുകളിലേക്ക്, അപ്പൊ മണ്ണ് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ, ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളി തൊലി കുറെ ഉള്ളതുകൊണ്ട് എടുക്കാന്നുള്ളൂ. അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ്, ഇപ്പൊ നമ്മുടെ ഒക്കെ തൊലികൾ കളയുന്ന ഒരുപാട് ഉണ്ടാവുമല്ലോ ഒരു ദിവസം കിച്ചണിൽ. അപ്പൊ അതൊരു 2-3 ദിവസം എടുത്തു വെച്ചിട്ട് അതിങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. വീണ്ടും അതിന്റെ മുകളിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ മണ്ണ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിത് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറേ ആളുകൾ പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും, അതുകൊണ്ടാണ് കേട്ടോ എടുത്തു പറയുന്നത്. ആവർത്തിക്കുന്നോന്ന് നിങ്ങളൊക്കെ പറയൂ, ഇനി ആവർത്തിച്ച് പറയുന്നോന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പൊ ഞാനിതാ ഈ ഒരു പോട്ടി മിക്സ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ കമ്പോസ്റ്റ് ആണ് ഇട്ട് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് ഒന്നും കൂടി ഫാസ്റ്റിൽ നമുക്കൊരു 10-15 ദിവസം കൊണ്ട് തന്നെ വളമാവാൻ ഹെൽപ്പ് ചെയ്യേ. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഏത് ചെടി വേണമെങ്കിലും നട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ നടുന്നത് ഒരു അലോവേരയാണ്. അപ്പൊ ഇതിന്റെ ചോട്ടിലൊക്കെ തൈ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെയാണ് അലോവേരയിൽ നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ മാറ്റി നടാൻ സമയമായിട്ടുണ്ട്. പിന്നെ ചട്ടിയിലൊക്കെ പോട്ടി മിക്സ് നിറച്ച് നടേണ്ട മടി കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാം പറിച്ചിട്ട് കുറേ എണ്ണ കാച്ചി വെക്കും. അപ്പൊ ഞാൻ കുറേ കാച്ചി കേട്ടോ, കുറേ അലോവേര ഒക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ എണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ ഉള്ളിത്തോലി ഇതേപോലെ നമ്മുടെ മുട്ടത്തോടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഇങ്ങനെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തൈ പൊട്ടാനും അലോവേര ചെടീന്റെ ഇലയ്ക്ക് വണ്ണം വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ അലോവേര ചെടിയാണ് ഉള്ളത് എന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾ നല്ല പോട്ടി മിക്സിലൊക്കെ നട്ട് വെച്ച അലോവേര ചെടിയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ ഇതിന് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി നനച്ചു കൊടുക്കുന്നില്ല. കാരണം അലോവേരയ്ക്ക് വെള്ളമൊന്നും ഒത്തിരി വേണ്ട. പിന്നെ ഒരുപാട് വെയിലത്ത് വെക്കും ചെയ്യരുത്. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറായി മാറും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അലോവേര ഇങ്ങനെ നട്ട് വെച്ചതാണെങ്കിൽ അതിന്റെ ചോട്ടിൽ ഇതേപോലെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ഏറ്റവും അടിവശത്തുള്ള ഇതുപോലത്തെ ഇലകളൊക്കെ ഒന്ന് എടുത്തു മാറ്റുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ചോട്ടിൽ വേറെയും കുറെ 2-3 തൈയുണ്ട്. അപ്പൊ എന്നാലും ഞാൻ അതിന്റെ ചോട്ടിലേക്കാണ് കേട്ടോ ഈ ഉള്ളിത്തൊലി ഇട്ടിട്ട് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുക. ഒരിക്കലും വേസ്റ്റ് ഇട്ടിട്ട് പോവരുത്. ഈച്ചി പ്രാണികളൊക്കെ വന്നിരുന്ന് അത് അടുത്തുള്ള ചെടികളിലൊക്കെ വന്നിരുന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും. ആ ഒരു ഇലക്കാണ്ട് ആകെ കേട് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് മണ്ണിട്ട് കൊടുക്കണം, മസ്റ്റായിട്ട്. മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഇലയ്ക്കൊന്നും ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കുറച്ചൊക്കെ ആയി. അതൊക്കെ ഒന്ന് ലെവലാക്കി വൃത്തിയാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു നമ്മുടെ ചട്ടിയിലേക്ക് മാത്രം മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. 4 ഭാഗത്തും ലെവലാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഒരു 10
ദിവസം ആകുമ്പോഴേക്ക് കാണാം കുഞ്ഞി അലോവേര തൈ പൊട്ടുന്നത് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കണ്ടോ ചട്ടി നിറയെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ കുറെ ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് അലോവേര. ഇപ്പൊ എൻ്റെ അടുത്ത് കുറച്ചുള്ളൂ, കാരണം ഇതിന്റെ മുന്നൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കാം, ഭയങ്കരമായിട്ട് അലോവേര നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇതേപോലെ പറിച്ചെടുത്തിട്ട് എണ്ണ കാച്ചി ഇപ്പൊ ഒരു ഏകദേശം ഒരു 30 കവറിലൊക്കെയാണ് കേട്ടോ ഉള്ളത് എൻ്റെ അടുത്ത്. അപ്പൊ അതിന്റെ മുന്നേ അതിലും കൂടുതലായിരുന്നു. അപ്പൊ കണ്ടോ അലോവേരന്റെ ഇലയ്ക്ക് നല്ല വണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്നും വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.